നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പാസ്ത അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു പാസ്ത ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം തക്കാളി നടുമുറിച്ചിട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് 5 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. പാസ്ത നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റേ സംഭവം നമ്മുടെ സെറ്റായിട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ തൊലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതേ പാനിക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതിൽ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ സബോള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്തൊക്കെ തന്നെ എന്തായാലും ട്രൈ ചെയ്യുക. ഉണ്ടാക്കാനും വളരെ എളുപ്പമാട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.